അറസ്റ്റ് സമയത്ത് ഹോട്ടൽ മുറിയിലേക്ക് പോലീസ് സംഘം എത്തുന്നു. രാഹുലിനോട് കേസിന്റെ കാര്യങ്ങൾ പറയുന്നു. പിന്നീട് രാഹുൽ പുറത്തേക്ക് വരുന്നതിന് മുന്നോടിയായി അകത്തേക്ക് പോകുന്നതും പോലീസുകാരുമായി സംസാരിക്കുന്നതും ഏത് കേസാണ് എന്ന് സംസാരിക്കുന്നതും ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. അതേസമയം രാഹുൽ ഈ പെൺകുട്ടിയുമായി യുവതിയുമായി നടത്തിയ ചാറ്റിൻ്റെ വിശദാംശങ്ങൾ, ആ ചാറ്റിൻ്റെ വിശദാംശത്തിലാണ് ഒരു ഫ്ലാറ്റ് വാങ്ങി നൽകണം എന്ന ആവശ്യം ഉന്നയിക്കുന്നത്. അതിൻ്റെ പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ ഈ സന്ദേശത്തിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. 3 BHK വേണം എന്നടക്കമുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതാണ്. അതിനൊപ്പമാണ് ഇപ്പോൾ തനിക്കെതിരെ ആരോപണങ്ങൾ വ്യാജമെന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യ ഹർജിയുടെ വിശദാംശങ്ങളും പുറത്തുവരുന്നത്. ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല, യുവതിയുമായി ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധം എന്നതുമാണ് ജാമ്യ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നതെന്നാണ് ആർ അനന്തകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നത്. തനിക്കെതിരായ ആരോപണങ്ങൾ വ്യാജം എന്താണല്ലോ അനന്തൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജിയിലുള്ളത്. അപ്പോൾ ഈ ബന്ധം അത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധം എന്നതാണോ ജാമ്യ ഹർജിയിലെ ജാമ്യം ലഭിക്കാനുള്ള വാദം? തീർച്ചയായിട്ടും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യ ഹർജിയിൽ പറയുന്നത് തനിക്കെതിരായ ആരോപണങ്ങളെല്ലാം വ്യാജമാണ്, ദുരുദ്ദേശത്തോടുള്ള കെട്ടിച്ചമച്ച വാദങ്ങളാണ്, അത് തന്നെ ജയിലിലിടാനും അപകീർത്തിപ്പെടുത്താനുമുള്ള വാദങ്ങളാണ് എന്നുള്ളതാണ്. മാത്രമല്ല അതിന് ഇയാൾ പറയുന്നത് ഉഭയകക്ഷി പ്രകാരമുള്ള ബന്ധം ഉണ്ടായിരുന്നു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മതിക്കുന്നുണ്ട്. അവരെ അറിയാമായിരുന്നു എന്നത് രാവിലെ നമ്മൾ വാർത്ത നൽകിയതാണ്. അതായത് ചോദ്യം ചെയ്യലിൽ ജി പൂങ്കളിയുടെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യലിൽ യുവതിയെ അറിയാം എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മൊഴി നൽകിയിട്ടുണ്ട്, സൗഹൃദമുണ്ടായിരുന്നെന്നും മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറമുള്ള കാര്യങ്ങൾ അയാൾ നിരാകരിക്കുകയാണ്. അത് സമാനമായ രീതിയിലാണ് ഈ ചാറ്റിൽ ഈ ജാമ്യ ഹർജിയിലും പറയുന്നത്. അതിൽ ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല എന്നാണ് ജാമ്യ ഹർജിയിൽ ഇവർ വാദിക്കുന്നത്. അതിന് കാരണമായി പറയുന്നത് പ്രായപൂർത്തിയായ ആളാണ് പരാതിക്കാരി. അപ്പോൾ ഒരു റൂം ബുക്ക് ചെയ്യുമ്പോൾ, സ്വന്തമായി റൂം ബുക്ക് ചെയ്തൊരു പുരുഷനെ കാണാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ വരുംവരായികൾ തീർച്ചയായും തിരിച്ചറിയുന്ന ഒരാളാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ബലാത്സംഗ കുറ്റം അവിടെ നിലനിൽക്കുന്നില്ല എന്നാണ് ഈ ജാമ്യ ഹർജിയിൽ അവരുടെ വാദം. അതിനൊപ്പം തന്നെ ഈ പരാതിക്കാരി വിവാഹിതയായിരുന്നില്ല എന്നുള്ള ധാരണയിലാണ് ബന്ധവുമായി മുന്നോട്ട് പോയത്. വിവാഹിതയാണെന്ന് അറിഞ്ഞ മാത്രയിൽ ആ ബന്ധം വിച്ഛേദിച്ചു, അല്ലെങ്കിൽ അത് ഒഴിവാക്കി എന്നുള്ളതാണ് ഇപ്പോൾ ഈ ജാമ്യ ഹർജിയിൽ പറയുന്നത്. അതിനൊപ്പം മറ്റ് കേസുകളുടെ വിവരങ്ങളും ഒക്കെ പറയുന്നുണ്ട്. കോടതി എന്ത് ഉപാധികൾ വെച്ചാലും അതനുസരിക്കാൻ തയ്യാറാണ് എന്നും ജാമ്യ ഹർജിയിൽ പറയുന്നുണ്ട്. ശരി, ജാമ്യ ഹർജിയുമായി മുന്നോട്ട് പോകേണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ ബന്ധം സ്ഥിരീകരിക്കുന്നു. പക്ഷേ ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധം എന്നതാണ് രാഹുലിൻ്റെ വാദം.